180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 20 ആയിരുന്നു ഇന്ന്. ഞാൻ സക്സസ്ഫുള്ളി 20 ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ 20 ദിവസം എൻ്റെ സെൽഫിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. എൻ്റെ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ലാംഗ്വേജിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഐ എം ഷോയിങ് അപ്പ് ഫോർ മൈ സെൽഫ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എനിക്ക് എന്നോടൊരു റെസ്പെക്റ്റ്, ഒരു ഇഷ്ടമൊക്കെ കൂടി. എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് വളരെയധികം കൂടുന്നുണ്ട്. എനിക്കെക്കുറിച്ച് തന്നെ ആലോചിക്കുന്ന സമയത്ത് വല്ലാത്തൊരു അഭിമാനം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്നെ വല്ലാതെ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 20 ദിവസം ഞാൻ കൺസിസ്റ്റൻ്റ് ആയി നിന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 20 ദിവസം കൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എൻ്റെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവുന്നുണ്ട്, എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആവുന്നുണ്ട്, എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കുറച്ച് കോൺഫിഡൻസ് വരുന്നുണ്ട്. അതുപോലെ എൻ്റെ ബോഡിയിൽ നല്ല ചേഞ്ചസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വർഷം തുടങ്ങിയപ്പോൾ എൻ്റെ വെയിറ്റ് 79 kg ആയിരുന്നു. ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 20 ദിവസം മുന്നേ എൻ്റെ വെയിറ്റ് 73 kg ആയിരുന്നു. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 71 kg ആണ്. ഞാൻ ഒരു ക്രാഷ് ഡയറ്റും എടുത്തിട്ടില്ല. ഞാൻ പ്രോപ്പറായിട്ട്, എനിക്കൊരു ന്യൂട്രീഷനിസ്റ്റ് ഒരു ഡയറ്റ് തന്നിട്ടുണ്ട്. ഞാൻ പ്രോപ്പറായി ഫുഡ് കഴിക്കുന്നുണ്ട്, അതുപോലെ വെള്ളം കുടിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. എന്നാലും എല്ലാ ദിവസവും തന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പോർഷൻ കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിച്ചു, പറ്റുന്ന പോലെ വർക്കൗട്ട് ചെയ്തു, ആക്റ്റീവ് ആയിരിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ വളരെയധികം കമ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര ഡമ്പാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ വീഡിയോ ഒന്നിനും കൊള്ളില്ല, എനിക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഞാനൊരു ബിഗിനറാണ്. ഇറ്റ്സ് ഓക്കെ. ആദ്യം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒരുപാട് നേരം കണ്ണാടിയുടെ മുന്നിൽ പോയി എന്നോട് സംസാരിച്ച് എന്നെ കംഫർട്ട് ചെയ്ത് എന്നിട്ടാണ് ഞാനിപ്പോൾ വന്ന് വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ടേക്ക് പോയിട്ടുണ്ട് ഇതിന്. എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഐ എം പുഷിങ് മൈ സെൽഫ്. എനിക്ക് ഈ 20 ദിവസം കൊണ്ട് മനസ്സിലായത്, നമ്മൾ ജസ്റ്റ് മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യാതെ അനാവശ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലും വെറുതെ നമ്മുടെ ടൈം കളയാതെ നമ്മുടെ സെൽഫിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നമുക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരും. എൻ്റെ ലൈഫിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ഇല്ലാത്തൊരു കാര്യമാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാനൊരു ട്രാപ്പായ അവസ്ഥയിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ 20 ദിവസമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു മൂവ്മെൻ്റ് ആണ്. ഞാൻ എന്തോ ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി. എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്, ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഞാൻ അൺകംഫർട്ടബിൾ ആവുന്നുണ്ട് എല്ലാ ദിവസവും. എന്നാലും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്യുന്നുണ്ട്, പറ്റുന്ന പോലെ എൻ്റെ ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ കൂടെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, കുറേ കൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ ഏരിയയിലും ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട്. വലിയ വിസിബിൾ ഒന്നല്ല, സ്റ്റിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മെൻ്റലി ഒരുപാട് ടയേർഡായി പോയി. ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരുടെ വീഡിയോസ് വെച്ച് എൻ്റെ വീഡിയോ കമ്പയർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ചാനൽ ഗ്രോ ആവുന്നില്ല, ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് അടിച്ചു. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 20 ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ഗ്രോത്ത് എനിക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഞാൻ അതിനൊന്നും അപ്രിഷ്യേറ്റ് ചെയ്യാതെ ഐ എം നോട്ട് എനഫ് എന്ന് തോന്നിയിട്ട് പിന്നെ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുക. ഞാൻ എന്നെ തന്നെ ഒന്ന് പിടിച്ചിരുത്തി കണ്ണടച്ച് ബ്രീത്തൊക്കെ ചെയ്ത് എൻ്റെ കൂടെ ഇരുന്ന് എന്നോട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, അലീഷ, നീ നിൻ്റെ ലൈഫിൽ ഗ്രോ ആവുന്നുണ്ട്, നീ നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇനിയും ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്തു പോകുക, നീ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം, നീ നിന്നെ കമ്പയർ ചെയ്യരുത്, നീ നിൻ്റെ ബിഗിനർ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്, എവറി മാസ്റ്റർ വൺസ് എ ബിഗിനർ. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ സമാധാനിപ്പിച്ച് എന്നെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 20 ദിവസം കൊണ്ട് ഒരുപാട് നല്ല മാറ്റം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ലൈഫ് മാറണമെങ്കിൽ അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആവുക, നല്ല രീതിയിൽ നമ്മൾ പണിയെടുക്കണം. നമ്മുടെ ബ്രെയിൻ ഒരു പ്ലാസ്റ്റിക് പോലെ, അത് മാറും. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. എന്ത് സ്കില്ല് പഠിക്കണമെങ്കിലും എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് റിപ്പീറ്റായിട്ട് അത് ചെയ്യാൻ പറ്റണം. അപ്പോൾ മാത്രമാണ് അത് നമുക്ക് ഓട്ടോ പൈലറ്റായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ ചെയ്യും. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു എഫേർട്ട് എടുക്കുക. എൻ്റെ മെൻറ്റർ എപ്പോഴും എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഒരു കാര്യം നമുക്ക് എഫേർട്ട്ലെസ് ആവുന്ന വരെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കണം. ഇപ്പം ഞാൻ എല്ലാ ദിവസവും എനിക്ക് പറ്റുന്ന പോലെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമല്ല, എന്നാലും അത് ചെയ്യുന്നൊരു ശീലം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്നുണ്ട്. ഓരോ ദിവസവും ഞാനിനി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട വീഡിയോ എടുക്കുന്ന രീതിയും. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയാതെയാണ് ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പറ്റുന്ന പോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, പറ്റുന്ന പോലെ വീഡിയോ എടുക്കുന്നുണ്ട്. ഒരുപാട്
നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് വരുന്നുണ്ട്. ഞാൻ ഒന്നിനെ ഇഗ്നോർ ചെയ്യാറില്ല, എല്ലാം വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വുമണായി വരുന്നു ഞാൻ. എനിക്ക് എന്നെ ഓർത്ത് ഒരുപാട് അഭിമാനമുണ്ട്. ഞാനുമായിട്ട് തന്നെ ഒരുപാട് കണക്റ്റ് ആവുന്നുണ്ട്, ഒരുപാട് ഹീൽ ആവുന്നുണ്ട്, ഒരുപാട് ഇമോഷൻസ് പ്രോസസ്സ് ആവുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നുണ്ട്, അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. ഇതൊക്കെ ഗ്രോത്തിൻ്റെ പാർട്ടാണെന്ന് എനിക്കറിയാം. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. 2 കിലോ വെയിറ്റ് കുറഞ്ഞു, അതുപോലെ തന്നെ കുറച്ച് കോൺഫിഡൻസ് വന്നു. എനിക്ക് മടിയാണെങ്കിലും എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് ഞാൻ ഇരുന്നാലും അവസാനം എനിക്ക് ചെയ്യേണ്ട ടാസ്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും. അതിപ്പോൾ എന്ത് വലിയ പ്രശ്നം വന്നാലും, എത്ര മടി വന്നാലും, വേദന വന്നാലും, അതൊക്കെ ഞാൻ വാലിഡേറ്റ് ചെയ്യും. കുറച്ച് നേരം അങ്ങനെ ഇരിക്കും, എന്നാലും ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. ഇട്ടിട്ട് പോകുന്നില്ല. സ്റ്റോപ്പാക്കുന്ന ആ ശീലം ഒന്ന് മാറി. 20 ദിവസം അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുവാണല്ലോ. എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റ്, സ്നേഹമൊക്കെ കൂടുന്നുണ്ട്. ഒരുപാട് നല്ല ചേഞ്ചസ് കാണാനുണ്ട്. സോ സക്സസ്ഫുള്ളി ഈ ദിവസം ഞാൻ എൻഡ് ചെയ്യുവാണ്. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഇത് എടുക്കുന്നതിന് മുന്നേ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ചെയ്യണമെന്നില്ല. വല്ലാത്തൊരു അവസ്ഥ, വല്ലാത്തൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിങ്. കുറേ നേരം ഞാൻ എൻ്റെ അനിയത്തിനോട് പോയി സംസാരിച്ചു, കുറേ നേരം ഞാൻ ഫോണിൽ പാട്ടൊക്കെ കേട്ടു. ഞാൻ കുറേ നേരം വെറുതെ ഇരുന്നു. എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ രാത്രി 11:30 ആയിട്ടുണ്ട്, ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്കിനി ഈ ഒരു ഹാബിറ്റ് മാറ്റണം, കുറച്ചും കൂടെ നേരത്തെ കിടന്ന് ഉറങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് മെൻ്റലി ഡിസ്റ്റർബ് ആവുന്നതുകൊണ്ട് ഇത്തിരി ഒന്ന് ലേറ്റായിട്ടാണ്, ഒരു 11:30, 11:45 ആകുമ്പോഴൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് ഇനി ആ കാര്യം കൂടെ ഒന്ന് റെഡി ആക്കണം. ഇനി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഇമ്പ്രൂവ് ആവാനുണ്ട്, ഒരുപാട് ദൂരം പോകാനുണ്ട്. കഴിഞ്ഞ 20 ദിവസം കൊണ്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് മെയിനായിട്ട് മനസ്സിലായ ഒരു കാര്യം, നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ തന്നെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ കൂടെ നിൽക്കുക, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, നമ്മുടെ ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ മിടുക്കിയായി വരുന്നുണ്ട്, എനിക്കത് ഫീൽ ആവുന്നുണ്ട്. സോ അങ്ങനെ ഞാൻ ഈ ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാണ്. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഗുഡ് നൈറ്റ്, ബൈ.